പൊതുമുതൽ കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് അവകാശമുള്ള 25 കോടി രൂപയ്ക്ക് മുകളിലൊരു തുകയും CMRL എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഉടമസ്ഥർ ഞാനുൾപ്പെടെ ചെറിയ ഉടമസ്ഥനാണ്. 3 ഷെയറുണ്ട് എനിക്ക്. അപ്പോൾ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സും ഉൾപ്പെടെയുള്ള വ്യക്തികളിൽ നിന്നാണ് 282 കോടി രൂപ അല്ലെങ്കിൽ 182 കോടി രൂപ ലൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് തിരികെ കിട്ടണം തീർച്ചയായിട്ടും. ഡിസ്ജോർജ്മെൻറ്റ് ഓഫ് അസറ്റ്സ്, അവരുടെ സ്വത്തുവകകൾ കണ്ടുകെത്തി CMRLൻ്റെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മാനേജ്മെൻറ്റ്, ഇതിനകത്ത് പ്രതികളായിട്ടുള്ള വ്യക്തികളുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ സെക്ഷൻ 212(14) അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ SFIയുടെ സ്കോപ്പിൽ തന്നെ അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. എൻ്റെ പരാതിയിൽ തന്നെ ഞാൻ ആദ്യം കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള പരാതിയിൽ തന്നെ കൃത്യമായി സെക്ഷൻ 212(14) അനുസരിച്ചുള്ള നടപടി സ്വീകരിച്ച് ഇത് അന്വേഷണം നടത്തി ഈ സ്വത്തുവകകൾ തിരിച്ച് കണ്ടുകെട്ടി അതിൻ്റെ ഉടമസ്ഥർക്ക് വിതരണം ചെയ്യാനുള്ള നടപടിയും ഇപ്പോൾ ഒരു കുറ്റക്കാരാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ സെക്ഷൻ 212(14) അനുസരിച്ചുള്ള നടപടികൾ ഡിസ്ജോർജ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. ഇനിയും മുഖ്യമന്ത്രിക്ക് ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന് ഒരു കാരണവശാലും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ റിപ്പോർട്ട് പ്രകാരമുള്ളത്. എന്തിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ ആ തലസ്ഥാനത്ത് സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ 25 കോടി രൂപ നഷ്ടമുണ്ടാക്കിയ ഒരു ക്രമക്കേടിൽ മകൾ പ്രതിയായിട്ടിരിക്കുമ്പോൾ, വ്യക്തമായ എവിഡൻസോടുകൂടി പ്രതിയായിട്ടിരിക്കുമ്പോൾ എങ്ങനെ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് തുടരാൻ കഴിയുമെന്ന് മാത്രം ഉളുപ്പെന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്ത മേലാത്തതുകൊണ്ട് മാത്രം ഇരിക്കുന്നതാണ് പൊസിഷൻ. തോട്ടപ്പള്ളി സ്പിൽവേയിൽ ജൂൺ മാസത്തിൽ കുട്ടനാടെന്ന് വെള്ളം വരുമ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ തുറന്ന് കിടക്കണം. ശരിയാണ്, തോട്ടപ്പള്ളി സ്പിൽവേ തുറന്ന് കിടക്കണം, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് എടുത്തു മാറ്റുന്ന മണൽ കരിമണൽ കർത്തയ്ക്ക് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. 464 രൂപയ്ക്ക് 16,000 രൂപ വിലയുള്ള സാധനം കൊടുത്തോണ്ടിരിക്കുക കഴിഞ്ഞ 5-10 വർഷമായിട്ട്. വീണയുടെ മൊഴികളിൽ വളരെ കൃത്യമായി തന്നെ ഒരു സേവനവും കൊടുത്തിട്ടില്ല എന്ന് വളരെ കൃത്യമായി വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏറ്റവും രസകരമായാലും ഈ 2 കമ്പനികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ ഇടപാടൽ എന്ന് പറയുന്ന ഈ കമ്പനി ഈ എംപവർ ഇന്ത്യയിൽ നിന്നും എന്തിനാണ് വീണ പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് ഇന്നുവരെയും പറഞ്ഞിട്ടില്ല. ആ പണം തിരികെ കൊടുത്ത് ഇതിന് 2016 മുതൽ ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു, 2016 മുതലുള്ള എക്സാലോജി കമ്പനിയുടെ ഏറ്റവും മുഖ്യമായ വരുമാനം ഇത് മാത്രമാണ്. അപ്പോൾ ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത് കേരളത്തിൻ്റെ തീരത്തെ കരിമണൽ കൊള്ളയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിൻ്റെ തീരദേശത്തു നിന്നും ധാതുമണൽ കൊള്ള ചെയ്യുന്നതിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മകൾ കൈപ്പറ്റിയ പണമാണ് ഇതെന്ന് വ്യക്തമാണ്. നമ്മുടെ SFIയുടെ കണ്ടെത്തലുകളിൽ CMRL എന്ന് പറയുന്ന കമ്പനിയിൽ 282 കോടി രൂപയുടെ തിരിമറി നടന്നതായി വ്യക്തമായ റിപ്പോർട്ടാണ് SFI സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ 2.8 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകളും ബാക്കി അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ നിരവധി ആയിട്ടുള്ള ഇടപാടുകൾ വഴി മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ട് പ്രകാരം ആ കമ്പനിയിൽ നടന്നിട്ടുള്ള ഫ്രോഡും ആ കമ്പനിയിൽ നടന്നുള്ള ഫ്രോഡിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പങ്കും വളരെ വ്യക്തമാക്കുന്നതാണ് SFI ഫയൽ ചെയ്തിട്ടുള്ള റിപ്പോർട്ട്. നമസ്കാരം. ന്യായീകരണ തൊഴിലാളികളെയും കൂലി എഴുത്തുകാരെയും ഇരുത്തിക്കൊണ്ട് എത്ര തന്നെ വിശുദ്ധീകരിച്ച് വെളുപ്പിച്ചെടുത്താലും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അകത്തു പോകുക തന്നെ ചെയ്യും എന്നാണ് BJPയുടെ യുവ നേതാവായ ഷോൺ ജോർജ് മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞത്. CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ തന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് 2,78,00,000 രൂപയാണ് മാസപ്പടിയായി വാങ്ങിയത്. അച്ഛൻ മുഖ്യമന്ത്രിയായതിനാൽ മകൾക്ക് കിട്ടിയ കൈക്കൂലി പണമാണ്, അഴിമതി പണമാണ് മാസപ്പടി എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ മാസപ്പടി വിവാദം സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നതിനിടയിൽ ഈ കേസിൽ തന്നെ കൂടി കക്ഷിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷോൺ ജോർജ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുകയും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ എടുത്ത കേസിൽ കക്ഷി ചേരുകയുമായിരുന്നു. ഇന്നിപ്പോൾ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് വീണ വിജയനെതിരെയുള്ള മാസപ്പടി കേസിൽ കൊച്ചിയിലെ സ്പെഷ്യൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ഈ കുറ്റപത്രത്തിന്റെ പകർപ്പിന് വേണ്ടി ED
ബഹുമാനപ്പെട്ട കോടതിയിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്നു. എന്നാൽ CMRL കമ്പനിക്ക് അനധികൃതമായി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരിമണൽ ഖനനത്തിന് അനുമതി കൊടുത്തത്. അതുകൊണ്ട് അതിന്റെ ഉപകാര സ്മരണയെന്നോണം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് CMRL എന്ന കമ്പനിയിൽ നിന്നും 2,78,00,000 രൂപ നേരിട്ട് നൽകിയത് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിയത്. ഈ കേസിൽ ഇനി എത്ര തന്നെ ന്യായീകരണ തൊഴിലാളികളെ ഇറക്കി കൂലിക്കെഴുത്ത് നടത്തിയാലും ഇന്ത്യയിൽ കിട്ടാവുന്ന എല്ലാ വെളുത്ത നിറമുള്ള പെയിന്റ് വാങ്ങി ഇവർ തേച്ചാലും ഒരു കാരണവശാലും ഈ അഴിമതിയുടെ കറുപ്പിൽ നിന്ന് ഒരു കാരണവശാലും ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനൊടുവിൽ ED, NIA മുതലായ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുന്നതോടുകൂടി ഇപ്പോൾ റിസർവ് ബാങ്ക് കൂടി ഈ അന്വേഷണത്തിന് പരിധിയിൽ വരുന്നു എന്നറിയുമ്പോൾ തീർച്ചയായും സീരിയസ് ഫ്രോഡ് നടന്നിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അറസ്റ്റിലാകും, ജയിലിലാകും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും താൽക്കാലികമായ ഒരു സ്റ്റേ ഹർജി വാങ്ങിയതിന്റെ പേരിൽ മാത്രം ഈ കേസ് തേഞ്ഞുമാഞ്ഞു പോകില്ല എന്നും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിന് വേണ്ടി താൻ ഹൈക്കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ്, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന ഈ കേസിൽ വീണ വിജയനെതിരെയുള്ള നടപടിക്രമങ്ങൾ ത്വരിതഗതിയിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ താൻ ഹൈക്കോടതിയെ സമീപിക്കും, പുതിയ കേസുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ബഹുമാനപ്പെട്ട കോടതിയിൽ, കൊച്ചി സ്പെഷ്യൽ കോടതിയിൽ സമർപ്പിച്ച ഉത്തരവിന്റെ കുറ്റപത്രത്തിന്റെ കോപ്പി ഈ കേസിൽ കക്ഷി ചേർന്ന് ഷോൺ ജോർജിന് കിട്ടുകയുണ്ടായി. ഒരു പെറ്റീഷണർ എന്ന രീതിയിൽ അതിന്റെ കോപ്പി ഷോൺ ജോർജിന് കിട്ടുകയുണ്ടായി. എന്നാൽ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും പുറത്തുവിടാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിലും മാധ്യമ സുഹൃത്തുക്കളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഇതിൽ പറഞ്ഞിരിക്കുന്ന പുറത്ത് പറയാവുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ പ്രസക്ത ഭാഗങ്ങൾ, അതും പുറത്തു പറയാവുന്ന, നിയമപരമായി പുറത്തു പറയാവുന്ന കാര്യങ്ങൾ ഷോൺ ജോർജ് വെട്ടിത്തുറന്ന് പറയുകയുണ്ടായി. ഇതിൻ പ്രകാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കൃത്യമായി തന്നെ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നു. യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെയാണ് CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് 2,78,00,000 രൂപ വാങ്ങിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അവരുടെ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നു. വീണ വിജയൻ നൽകിയ മൊഴിയിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള സേവനങ്ങളും വീണ വിജയൻ തന്റെ കമ്പനിയായ എക്സാലോജിക്കിൽ നിന്നും CMRL നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇനി ഏത് അന്വേഷണ ഏജൻസികൾക്കെതിരെയും ഏത് തരത്തിലുള്ള ഹർജികൾ, തടസ്സ ഹർജികൾ ഉന്നയിച്ചാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഈ കേസിൽ അറസ്റ്റിലാകും, ജയിലിൽ പോകും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറഞ്ഞത്. ഷോൺ ജോർജ് വീണ വിജയനെ കുറിച്ചും വീണ വിജയന്റെ അഴിമതിയെക്കുറിച്ചും മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം മാസപ്പടി വിവാദം ഒരു ഘട്ടം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി SFIO സെക്ഷൻ 212 അനുസരിച്ചുള്ള എൻക്വയറി പൂർത്തീകരിച്ചതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പെറ്റീഷൻ എന്ന നിലയിൽ എനിക്ക് ആ റിപ്പോർട്ട് ലഭ്യമായിട്ടുണ്ട്. ലഭ്യമായ റിപ്പോർട്ട് എനിക്ക് തുടർന്ന് ഉള്ള നിയമ നടപടികൾക്ക് ആവശ്യമായതുകൊണ്ടും എനിക്ക് മാത്രം റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ടും ഞാനത് പബ്ലിഷ് ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ അത് ഔദ്യോഗികമായി നിങ്ങൾക്ക് നൽകാത്തത്. എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകാതെ കഴിയില്ല. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ SFIOയുടെ കണ്ടെത്തലുകളിൽ CMRL എന്ന് പറയുന്ന കമ്പനിയിൽ 282 കോടി രൂപയുടെ തിരിമറി നടന്നതായി വ്യക്തമായ റിപ്പോർട്ടാണ് SFIO സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ 2.8 കോടി രൂപ മുഖ്യമന്ത്രിയുടെ മകളും ബാക്കി അവരുടെ കമ്പനിയിൽ നിന്ന് തന്നെ നിരവധി ആയിട്ടുള്ള ഇടപാടുകൾ വഴി മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ട് പ്രകാരം ആ കമ്പനിയിൽ നടന്നിട്ടുള്ള ഫ്രോഡും ആ കമ്പനിയിൽ നടന്നുള്ള ഫ്രോഡിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ പങ്കും വളരെ വ്യക്തമാക്കുന്നതാണ് SFIO ഫയൽ ചെയ്തിട്ടുള്ള റിപ്പോർട്ട്. എന്നാൽ ഇതിൻ്റെ മോട്ടീവ് ബിഹൈൻഡ് ദ ഫ്രോഡ്, അല്ലെങ്കിൽ ഈ അഴിമതിയുടെ പുറകിലെ കഥകളെ സംബന്ധിച്ച് അത്തരത്തിലേക്കല്ല SFIOയുടെ അന്വേഷണം പോയിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ തുടർന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ. ഒന്ന്, ഡിസ്ജോർജ്മെൻറ്റ് ഓഫ് അസറ്റ്സ് സെക്ഷൻ 212(14) അനുസരിച്ച് പൊതുമുതൽ, കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് അവകാശമുള്ള 25 കോടി രൂപയ്ക്ക് മുകളിലൊരു തുകയും CMRL എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ ഉടമസ്ഥർ, ഞാൻ ഉൾപ്പെടെ ചെറിയ ഉടമസ്ഥനാണ്, 3 ഷെയറുണ്ട് എനിക്ക്. അപ്പോൾ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സും ഉൾപ്പെടെയുള്ള വ്യക്തികളിൽ നിന്നാണ് 282 കോടി രൂപ അല്ലെങ്കിൽ 182 കോടി രൂപ ലൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് തിരികെ കിട്ടണം തീർച്ചയായിട്ടും. ഡിസ്ജോർജ്മെൻറ്റ് ഓഫ് അസറ്റ്സ്, അവരുടെ സ്വത്തുവകകൾ കണ്ടുകെത്തി CMRLൻ്റെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മാനേജ്മെൻറ്റ്, ഇതിനകത്ത് പ്രതികളായിട്ടുള്ള വ്യക്തികളുടെയും മുഖ്യമന്ത്രിയുടെ മകളുടെയും സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ സെക്ഷൻ 212(14) അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഞാൻ SFIയുടെ സ്കോപ്പിൽ തന്നെ അതിൻ്റെ പ്രൊവിഷൻസ് ഉണ്ട്. എൻ്റെ പരാതിയിൽ തന്നെ, ഞാൻ ആദ്യം കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള പരാതിയിൽ തന്നെ കൃത്യമായി സെക്ഷൻ 212(14) അനുസരിച്ചുള്ള നടപടി സ്വീകരിച്ച് ഇത് അന്വേഷണം നടത്തി ഈ സ്വത്തുവകകൾ തിരിച്ച് കണ്ടുകെട്ടി അതിൻ്റെ ഉടമസ്ഥർക്ക് വിതരണം ചെയ്യാനുള്ള നടപടിയും, ഇപ്പോൾ ഒരു കുറ്റക്കാരാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ സെക്ഷൻ 212(14) അനുസരിച്ചുള്ള നടപടികൾ ഡിസ്ജോർജ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. രണ്ടാം ഘട്ടം, ഇവിടെ എന്തിനു വേണ്ടി ഈ അഴിമതി നടന്നു? ഒരു വ്യക്തി മറ്റൊരാൾക്ക് കൈക്കൂലി കൊടുക്കണമെങ്കിൽ അതിനകത്ത് കൃത്യമായി ഒരു ഫേവറിസം ഉണ്ടാകണം, അല്ലേ? എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അല്ലേ ഒന്ന് ഇങ്ങോട്ട് കിട്ടുന്നു. അപ്പോൾ ഈ മുഖ്യമന്ത്രിയിൽ നിന്നും, മുഖ്യമന്ത്രിയുടെ മകൾ വഴി, അല്ലെങ്കിൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയക്കാരിൽ നിന്നും എന്ത് ലാഭമാണ് CMRL കമ്പനിക്ക് കിട്ടിയത്? അതിനുവേണ്ടി ഈ സംസ്ഥാനത്ത് എന്ത് നഷ്ടമുണ്ടായി? അത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം CBI അന്വേഷിക്കേണ്ട കുറ്റമാണ്. അതുപോലെ തന്നെ ഇവിടെ കൃത്യമായി മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്ന് സെക്ഷൻ 447, ഇതെല്ലാം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ്. ഈ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം ഇതിനകത്തുള്ള മുഴുവൻ വ്യക്തികൾക്കുമെതിരെ സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുള്ളപ്പോൾ ഓട്ടോമാറ്റിക്കലി ED കേസ് എടുക്കേണ്ടതാണ്. ED അതിനുള്ള രേഖകൾ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായും 2500 പേജും കണ്ടാണ് അതുള്ളത്. അതുകൊണ്ട് തന്നെ കോടതി അതിനകത്ത് പോസിറ്റീവായിട്ടല്ല നിലപാട് സ്വീകരിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാനും അത് ആവശ്യപ്പെട്ടു, എനിക്കും തന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടിലെ അനക്സർ 16 മാത്രം 3334 എൻട്രീസ്, പലർക്ക് പൈസ കൊടുത്ത 3334 എൻട്രീസ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിന് ആവറേജ് പറയുന്നത് 1.3 ലാക്സാണ് ഒരു എൻട്രിക്ക്. അപ്പോൾ ഇൻറ്റു 3334 കുട്ടിയാണ്, ഏറെക്കുറെ ഒരു 40 കോടി രൂപ ആ ബുക്കിൽ പലർക്കായിട്ട് വിതരണം ചെയ്ത ആ ബുക്കിലുണ്ട്. ആ ബുക്ക് കോടതിയുടെ പക്കലുണ്ട്. സ്വാഭാവികമായും സെക്ഷൻ 447 അനുസരിച്ചൊരു എൻക്വയറി തീർച്ചയായിട്ടും ഇനിഷ്യേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അത് SFIക്ക് നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ കോടതിക്ക് നിർദ്ദേശിക്കാം. അപ്പോൾ അതുകൊണ്ട് SFIയോട് ഞാനൊരു പെറ്റീഷൻ എന്ന നിലയിൽ ആ എൻക്വയറിയിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നത് ED അത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പെറ്റീഷൻ എന്ന നിലയിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. മാത്രമല്ല കോടതി അത് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ, EDക്ക് നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു പെറ്റീഷൻ എന്ന നിലയിൽ ഹൈക്കോടതി മുഖേന ഞാൻ ആ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാനും ബഹുമാനപ്പെട്ട കോടതി വിധി വഴി തന്നെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുമ്പോഴും അതിനെ രാഷ്ട്രീയപരമായി വ്യാഖ്യാനിക്കും എന്നതുകൊണ്ട് തന്നെ നിയമപരമായി പ്യൂർലി ഒരു പെറ്റീഷണർ എന്ന നിലയിൽ പോകാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു പെറ്റീഷണർ എന്ന നിലയിൽ മുമ്പോട്ട് പോയിക്കൊള്ളാൻ അതിനുള്ള എല്ലാ അനുവാദവും എൻ്റെ പാർട്ടി എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് നിലപാട് സ്വീകരിക്കുമ്പോഴും ഉടനെ ഇത് BJPയുടെ രാഷ്ട്രീയ വകവക്കലാണെന്ന് പറയും എന്നതുകൊണ്ട് തന്നെയാണ് അതിന് പ്യൂർലി നിയമപരമായി നേരിടാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും ഈ റിപ്പോർട്ട് നിങ്ങൾ വായിച്ചാൽ ചിരിച്ചു പോവും. വീണയുടെ മൊഴികളിൽ വളരെ കൃത്യമായി തന്നെ ഒരു സേവനവും കൊടുത്തിട്ടില്ല എന്ന് വളരെ കൃത്യമായി വീണയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏറ്റവും രസകരമായാലും ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ ഇടപാടൽ എന്ന് പറയുന്ന ഈ കമ്പനി ഈ എംപവർ ഇന്ത്യയിൽ നിന്നും എന്തിനാണ് വീണ പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് ഇന്നുവരെയും പറഞ്ഞിട്ടില്ല.
ആ പണം തിരികെ കൊടുത്ത് ഇതിന് 2016 മുതൽ ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നു 2016 മുതലുള്ള എക്സാലോജി കമ്പനിയുടെ ഏറ്റവും മുഖ്യമായ വരുമാനം ഇത് മാത്രമാണ്. 2021 വരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2021 വരെ രണ്ട് റീറ്റെയിനർഷിപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കമ്പനിയായിട്ടൊരു ഇടപാട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മെയിൽ കോൺവെർസേഷൻ ഉണ്ടാവും അല്ലേ, മെയിൽ കൊടുക്കും വാങ്ങും എന്തെങ്കിലും തരത്തിൽ. ഇപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊരു കമ്പനിയുടെ സേവനത്തിന് വേണ്ടി ഒരു എഗ്രിമെൻറ്റ് വെച്ചാൽ എൻ്റെ ആവശ്യങ്ങൾ നിങ്ങളെ അറിയിക്കണം, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നെ അറിയിക്കണം, ഞാനത് ഫർണിഷ് ചെയ്ത് തിരിച്ചു കൊടുക്കണം. നോ കമ്മ്യൂണിക്കേഷൻസ്. 2021 പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് റെയ്ഡ് നടത്തുന്നോടം വരെ വീണയുടെ കമ്പനിയും ഈ CMR കമ്പനിയുമായി ഒരു മെയിൽ കമ്മ്യൂണിക്കേഷൻസും ഇല്ല. റെയ്ഡിന് ശേഷം വീണയുടെ കമ്പനി വൈൻഡപ്പ് ചെയ്തതിന് ശേഷം കുറേ കമ്മ്യൂണിക്കേഷൻസ് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ വീട്ടിൽ പോവും, വീട്ടിൽ വെച്ച് അവരുടെ ആവശ്യങ്ങൾ എൻ്റെ അടുത്ത് പറയും, ഞാൻ തിരിച്ചാവശ്യങ്ങൾ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അതെന്താണ് അങ്ങനെ ഒരു ഇടപാട് എന്നുള്ളത്, എന്ത് ഇടപാടാണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത് കൂടാതെയും 8 കമ്പനികളിൽ 8 സ്ഥാപനങ്ങളിൽ നിന്നും വീണയുടെ കമ്പനി പണം കൈപ്പറ്റിയിട്ടുണ്ട്. എല്ലാ പേരും ഞാൻ പറയുന്നില്ല, പറഞ്ഞാലും പല പേരുകൾ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയില്ല, കാരണം വലിയ പരസ്യം തരുന്ന കമ്പനികളൊക്കെ ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. CMRലാണ് ഏറ്റവും കൂടുതൽ പണം വീണയുടെ കമ്പനിക്ക് നൽകിയത് CMRലാണ്. രണ്ടാമത് കൊടുത്തിട്ടുള്ളത് സാന്റാമോണിക്കയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാവർക്കും ആ പേര് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ബാക്കിയുള്ളത് ശരിക്കും വീണയുടെ കമ്പനി നൽകുന്ന സേവനം എന്ന് പറയുന്നത് സ്കൂളുകൾക്കാണ്. സ്കൂളിൻ്റെ ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ് വീണയുടെ കമ്പനി ശരിക്കും കൊടുത്തിരുന്നത്. അതും എല്ലാം കൂടെ 1, 2, 3, 4, 5 സ്കൂളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു സ്ഥാപനത്തിൻ്റെയും ഈ സോഫ്റ്റ്വെയറുകളൊന്നും കൊടുക്കേണ്ട സ്ഥാപനങ്ങളല്ല. നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ പറയുന്ന വലിയ കമ്പനികൾക്കൊന്നും ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടന്നതായി നമ്മുടെ അറിവിൽ ഇതുവരെയും ഈ റിപ്പോർട്ട് പ്രകാരമില്ല. അപ്പോൾ ഈ പണം കൈപ്പറ്റിയിട്ടുള്ളത് കേരളത്തിൻ്റെ തീരത്തെ കരിമണൽ കൊള്ളയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിൻ്റെ തീരദേശത്തു നിന്നും ധാതുമണൽ കൊള്ള ചെയ്യുന്നതിന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മകൾ കൈപ്പറ്റിയ പണമാണ് ഇതെന്ന് വ്യക്തമാണ്. അതിന് ഇനി മുഖ്യമന്ത്രി, ഇത് കമ്പനീസ് ആക്ട് പ്രകാരം നടന്ന ഒരു അന്വേഷണം എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതി ചേർക്കപ്പെട്ട് റിപ്പോർട്ട് ഫയൽ ചെയ്തു. ഇനി അടുത്തത് തീർച്ചയായിട്ടും എന്തിനിത് നടന്നു എന്നുള്ള യുദ്ധമാണ്, പോരാട്ടമാണ്, അന്വേഷണമാണ്. ആ അന്വേഷണത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഇപ്പോൾ ഇതിൻ്റെ യഥാർത്ഥത്തിൽ അവിടെ സോഫ്റ്റ്വെയർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ATN എന്ന് പറയുന്നൊരു കമ്പനിയാണ്, അറ്റ്ന. ആ കമ്പനി അവിടെ സോഫ്റ്റ്വെയർ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് 2.25 ലക്ഷം രൂപയ്ക്കാണ് ടോട്ടൽ എമൗണ്ട്. ആ കമ്പനിക്ക് അത്ര സോഫ്റ്റ്വെയർ ആവശ്യമുള്ളൂ. ആ സ്ഥാനത്താണ് വീണയുടെ എക്സാലോജി കമ്പനിക്ക് 3 ലക്ഷം രൂപയും 5 ലക്ഷം രൂപ ഈ അഡ്വൈസർ എന്ന നിലയിൽ 5 ലക്ഷം രൂപ വീണയ്ക്ക് നൽകിയിരുന്നു. ടോട്ടൽ ആ കമ്പനി അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് അവരുടെ റെയ്ഡിൽ വന്നിട്ടുണ്ട്. അറ്റ്ന എന്ന് പറയുന്ന കമ്പനിക്കാണ്, ആ കമ്പനി 3.5 ലക്ഷം രൂപ കോട്ട് ചെയ്തു, അവർക്ക് 2.25 ലക്ഷം രൂപയ്ക്ക് അത് കരാർ ഉറപ്പിച്ചു. അതുൾപ്പെടെ ആ കമ്പനിയിൽ നടന്നിട്ടുള്ള ഈ കാലഘട്ടത്തിലെ ഇടപാടുകൾ മുഴുവൻ ഈ പറയുന്ന അഡീഷണൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിൽ പൂർണ്ണമായി വന്നിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ആ ഒരു ബുക്ക് നമ്മുടെ ചീഫ് അക്കൗണ്ടൻ്റ് ബുക്കിൽ 3334 എൻട്രീസ് വന്നിട്ടുണ്ട്. ആ എൻട്രീസിൻ്റെ അനക്സർ 16 ആയിട്ടാണ് ഇതിവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അനക്സർ 16 പുറത്തു വന്നാൽ അതിനകത്ത് 3334 എൻട്രീസിൽ എത്ര പേര് പൈസ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിലെ വളരെ രസകരമായ, അല്ലെങ്കിൽ കേരളം ഇനിയുള്ള നാളുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ പുസ്തകമായിരിക്കും, സംശയം വേണ്ട. അതിനകത്ത് കൃത്യമായ എൻട്രിയാണ്. അതെല്ലാം SFIയുടെ അന്വേഷണത്തിലൂടെ കസ്റ്റഡിയിലെടുത്ത കാര്യങ്ങളാണ്. അല്ല, ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ എന്താണ് എന്നുള്ളത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറങ്ങിയിട്ടില്ല. എവിഡൻസുകളാണ് കൂടുതലേക്ക് വന്നത്. ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്കൊന്നും അല്ല ഇതിനകത്ത് ഈ SFIയുടെ അന്വേഷണത്തിൽ വന്നിട്ടുള്ളത്. SFIയുടെ അന്വേഷണത്തെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു.
ഇതിൻ്റെ ഫാക്റ്റുകളെ സംബന്ധിച്ച് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ആ ഫാക്റ്റുകൾ കൃത്യമായി പ്രതി ചേർക്കാനുള്ള എവിഡൻസുകൾ ഈ അന്വേഷണത്തിൽ വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ആക്ട് 212 പ്രകാരം സെക്ഷൻ 447 കൃത്യമായി നിലനിൽക്കുന്ന കുറ്റകൃത്യം വീണം നടത്തി എന്നുള്ള തെളിവുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അറിയാം, ഞാൻ നേരത്തെ പോലെ പറയുന്നതാണല്ലോ, എൻ്റെ അപ്പം PC ചോർന്നുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് പ്രതിയാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ പ്രതിയാക്കണം. അവിടെ ഞാൻ പറഞ്ഞില്ല, 80 BMS തൊഴിലാളികൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനമാണ് CMR. ആ തൊഴിലാളികൾ എന്നോട് ചോദിച്ചു, ഞങ്ങളുടെ സ്ഥാപനം പൂട്ടിപ്പോകും. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സ്ഥാപനം പൂട്ടിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. അതിൻ്റെ പുറകിൽ നടക്കുന്ന ഒരു വലിയ കൊള്ള അത് ഇപ്പോഴും തുടരുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഒരു പത്രക്കാരും അങ്ങോട്ട് പോകാറില്ല. ഈ വരുന്ന മെയ് മാസത്തിൽ, ഈ വരുന്ന 10-15 ദിവസത്തിനവിടെ അവിടെ വീണ്ടും മണലെടുപ്പ് തുടങ്ങുകയാണ്. എന്തിനാണ്? ഈ വരുന്ന 10-15 ദിവസം വീണ്ടും അവിടെ മണലെടുപ്പ്. ഇത്രയും വലിയ കൊള്ള ഇവിടെ നടന്നിട്ട് വീണ്ടും അത് തുടരാൻ പോവുകയാണ്. തോട്ടപ്പള്ളിയിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ 80 BMS തൊഴിലാളികൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനത്തിൽ, അവിടെ ഒരു മണ്ഡലം കമ്മിറ്റി അവിടെ ഇപ്പോൾ ഒരു പരിപാടി നടക്കുകയാണ്. അവിടെ സ്വാഭാവികമായും കളമശ്ശേരിയിലും ആ മേഖലയിലുമുള്ള എല്ലാ സ്ഥാപനത്തിലും കയറി ഏത് പാർട്ടിയാണ് പിരിക്കാത്തത്? പക്ഷേ പർപ്പസ്ഫുള്ളി മേടിക്കുന്ന പൈസയ്ക്ക് 5000 രൂപയും 10000 രൂപയും 25000 രൂപയും മേടിക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് സ്വാഭാവികമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്? അങ്ങനെ അല്ലാതെ ഏത് രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് പോകും? പക്ഷേ അതിൻ്റെ ഈ ക്രോർസ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ അത് പാർട്ടി അറിയാതെ വാങ്ങിക്കുന്നത് തമ്മിൽ, ഇത് CPMൻ്റെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് അറിയുന്ന രീതിയിൽ അവർ പണം കൈപ്പറ്റിയെന്ന് വെക്കട്ടെ, അതിനകത്തൊരു മാനദണ്ഡമുണ്ട്. ഇവിടെ എത്രയോ കമ്പനികളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ടാവും. അല്ല, വേറെ എന്തിനാണ്? ഇത് ഇപ്പോഴും നടക്കുന്നതല്ലല്ലോ. CMRL കമ്പനിയുമായി നടക്കുന്ന ഇടപാട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്തിനു വേണ്ടി, ഞാൻ തിരിച്ചു വയ്ക്കാം, എന്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇദ്ദേഹം പൈസ കൊടുക്കണം? അതും ചെറിയ അമൗണ്ടല്ല, 2.82 crores. മണലുവാരുമായിട്ട് അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ ചേട്ടനെ വല്ലതും ഉണ്ടോ? അല്ലേ, ആരോട് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ല എനിക്കെതിരെ പറയട്ടെ, ഇത് മണലുവാരനല്ലാതെ CMRLൻ്റെ എന്താണ് CMRLൻ്റെ മോട്ടീവ് എന്താണ്, അല്ലെങ്കിൽ CMRL ആവശ്യം എന്താണ്? അവർക്ക് വില കുറഞ്ഞ് അവരുടെ റോ മെറ്റീരിയൽ കിട്ടണം. അവരുടെ റോ മെറ്റീരിയൽ എന്താണ്? സിന്തറ്റിക് റുട്ടൈലാണ്. ആ സിന്തറ്റിക് റുട്ടൈൽ എവിടെ നിന്ന് കിട്ടും? ഏറ്റവും കൂടുതലുള്ളത് തോട്ടപ്പള്ളിയിൽ നിന്നാണ്. അത് അവിടുന്ന് വാരി നടത്തുന്നത് അത് കിട്ടണം. അത് കിട്ടാൻ ഏറ്റവും പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത് അതിന് 16000 രൂപ വിലയാണ്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഇറിഗേഷൻ വകുപ്പ് എടുത്തു കൊടുക്കുന്നത് 464 രൂപയ്ക്കാണ്. KMMLോട്ട് പകുതി ലോഡ് പോകുമ്പോൾ പകുതി ലോഡ് CMRLോട്ടാണ് പോകുന്നത്. അല്ല, ഞാൻ അന്തരീക്ഷത്തിൽ നിന്നും ഇതുണ്ടാക്കുന്ന ആളല്ല. എനിക്ക് വിവരങ്ങൾ തരുന്ന നാട്ടുകാരുണ്ട്. അവിടെ തോട്ടപ്പള്ളി സമരം നടക്കുന്ന എത്ര, തോട്ടപ്പള്ളിയിലെ സമരസമിതിയുടെ മുഴുവൻ ആളുകളും എനിക്ക് എല്ലാ ഡോക്യുമെൻസും തരുന്ന ആളുകളാണ്. എനിക്ക് അവരെ ഒന്ന് മേടിക്കണ്ടേ? ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കാൻ പറ്റുമോ? മോട്ടീവ് ബിഹൈൻഡ് എന്ന് പറയുന്നൊരു സാധനം ഇല്ലേ? വാട്ട് ഈസ് ദ മോട്ടീവ് ബിഹൈൻഡ്? ഞാൻ പറഞ്ഞ ആ മോട്ടീവിലേക്കാണ് എൻ്റെ എൻക്വയറി ഇനി പോകേണ്ടത്. ആ മോട്ടീവ് എന്താണ്? ദ മോട്ടീവ് ബിഹൈൻഡ് ദ കറപ്ഷൻ, അത് എന്താണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് ആക്ട് പ്രകാരം ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. ഒരു എൻക്വയറി റിപ്പോർട്ട് വന്നപ്പോഴല്ലേ ബോധ്യമുണ്ടായി. അതേപോലെ തന്നെ ദ മോട്ടീവ് ബിഹൈൻഡ് എന്ന് പറയുന്നതിന് അതിനെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും CBIയുടെ എൻക്വയറി വരണം. ആ എൻക്വയറി വന്നാൽ മാത്രമേ ദ മോട്ടീവ് ബിഹൈൻഡ്. ഇപ്പം വീണ വിജയനല്ലേ പ്രതിയായുള്ളൂ. പ്രതി ആരാ യഥാർത്ഥത്തിൽ? ആരാണ് യഥാർത്ഥ പ്രതി? ചേട്ടൻ അറിയാമല്ലോ ആരാ യഥാർത്ഥ പ്രതി? പിണറായി വിജയൻ. ചേട്ടന് മാത്രം അറിയാൻ മേലത്തുള്ളൂ, കേരളം മുഴുവൻ അറിയാം. ചേട്ടന് മാത്രം അറിയാൻ മേലത്തുള്ളൂ. ഞാൻ എവിടെ രാഷ്ട്രീയം പറഞ്ഞു? ചേട്ടൻ ഏത് പത്രം? അല്ലേ, ഈ നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ ചോദിക്കണം. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തോട്ടപ്പള്ളിയിൽ അത്രയും വലിയൊരു സമരം നടക്കുന്നത് മാധ്യമങ്ങൾ അറിയാതെ വരരുത്. അവിടെ ആ പാവപ്പെട്ടവരെ അടികൊള്ളുന്നുണ്ട്. അവിടെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിങ്ങളതൊന്നും അറിഞ്ഞില്ലെന്ന് പറയരുത്. അവിടെ തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ നോക്കി, ഈ ദിവസങ്ങളിൽ അവിടെ മണൽവാരൽ ആരംഭിക്കും. എന്തിൻ്റെ പേരിലാണ്? തോട്ടപ്പള്ളി സ്പിൽവേയിൽ ജൂൺ മാസത്തിൽ കുട്ടനാടെന്ന് വെള്ളം വരുമ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ തുറന്ന് കിടക്കണം. ശരിയാണ്, തോട്ടപ്പള്ളി സ്പിൽവേ തുറന്ന് കിടക്കണം, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് എടുത്തു മാറ്റുന്ന മണൽ കരിമണൽക്കാരത്തേക്ക് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. 464 രൂപയ്ക്ക് 16000 രൂപ വിലയുള്ള സാധനം കൊടുത്തോണ്ടിരിക്കുക കഴിഞ്ഞ 5-10 വർഷമായിട്ട്. അതിനെന്താ മറുപടി ഇല്ലാത്തത്? നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? SFIയെ സംബന്ധിച്ചിടത്തോളം SFIയുടെ ഇനി മുമ്പോട്ടുള്ള പ്രവൃത്തിയിൽ ലീഗലി SFIയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൃത്യമായി പറയാം. സെക്ഷൻ 212 അനുസരിച്ചും അലോങ് വിത്ത് സെക്ഷൻ 436(2) ഓഫ് കമ്പനീസ് ആക്ട് പ്രകാരം SFIക്ക് ഇത്തരം ഏജൻസികളെ എൻഗേജ് ചെയ്യാൻ കഴിയണം. അതിനുള്ള റിക്വസ്റ്റാണ് ഞാനിപ്പോൾ പെറ്റീഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. SFIO ആ പെറ്റീഷൻ അനുസരിച്ച് SFIO ആക്ട് ചെയ്യണമെന്നുള്ള
പെറ്റീഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഞാൻ പറയാം, ഒരു മിനിറ്റ് അതിനകത്ത് ഞാൻ പറഞ്ഞതാണ്, 1-2 ഏജൻസികളല്ല നമുക്ക് വേണ്ടത്. അതിനകത്ത് ആവശ്യമുള്ളത് സെബിയുടെ ഞാൻ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, CBI, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ വിവിധ സംഘടനകൾ വിവിധ ഏജൻസികളുടെ ആവശ്യം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻ നിന്നുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. സെക്ഷൻ 436(2) അനുസരിച്ച് മറ്റ് ഏജൻസി, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെയും ിലേക്കും ഈ കാര്യങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് ആക്ട് പ്രകാരം നമ്മളൊരു 212 അനുസരിച്ച് ഒരു എൻക്വയറി ഫിനിഷ് ചെയ്തു. ആ ഫിനിഷ് ചെയ്ത് വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ റിപ്പോർട്ട് എനിക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫർദർ എൻക്വയറി കൂടുതൽ CBIയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെയും അന്വേഷണം ആവശ്യമാണെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ SFIO ഡയറക്ടർക്ക് ഫയൽ ചെയ്യാൻ ഇന്ന് ഫയൽ ചെയ്തിട്ടുള്ള പെറ്റീഷനാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. പറ്റുമല്ലോ. അല്ല ഞാൻ ഡിസ്വർമെൻസ് ഒരു കാര്യമുണ്ട്, ഈ കാലഘട്ടത്തിനിടയിൽ അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം. നിലവിൽ അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം. അതെ, സെക്ഷൻ 212 അനുസരിച്ച് തന്നെ, സെക്ഷൻ 212(14) അനുസരിച്ച് അവർക്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം. പ്രൊസീഡിങ്സ് വേണം. എന്നാ റിപ്പോർട്ട് കൺവിക്ഷൻ ഉണ്ട്, അത് കോടതി പറഞ്ഞല്ലോ. ഇനി അത് വരട്ടെ, അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ പെറ്റീഷൻ കൊടുക്കണ്ട, മൈ പെറ്റീഷൻ. അപ്പോൾ അതവിടെ കിടക്കട്ടെ, സ്വാഭാവികമായിട്ടും വേണമല്ലോ. Section paragraph 31 of the report. Investigations uncovered that Exalogic provided no actual service to CMRL as confirmed by the statements from the Exalogic employees. CMRL's IT head Veena T herself. Veena T herself. അതായത് എക്സാലോജിക്സിൻ്റെ എംപ്ലോയീസും CMRL IT ഹെഡും വീണ ടീയും ഒരു സേവനം കൊടുത്തിട്ടുള്ള മൊഴി നൽകിയിട്ടില്ലെന്നാണ് അത് പറഞ്ഞിട്ടുള്ളത്. ആ റിപ്പോർട്ടിലുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് എൻ്റെ കിട്ടിയിട്ടുള്ളതല്ലോ. ഇത് നമുക്കൊരു അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിനല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഈ റിപ്പോർട്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നോക്കിയോളൂ, ഈ റിപ്പോർട്ടുണ്ട്. അത് അവർ കോടതിയെ സമീപിക്കും എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഞാനും കോടതിയെ സമീപിക്കുന്നുണ്ട്. എനിക്കും അത് കിട്ടാൻ, എനിക്ക് ഈ എൻ്റെ കേസ് ഇൻഫെക്ഷസ് ആകുമ്പോൾ എനിക്ക് ഇത് സംബന്ധിച്ച അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഇതിനകത്ത് ഇടപെടാനുള്ള ലിബർട്ടി ഇട്ടുകൊണ്ടാണ് കേരള ഹൈക്കോടതി ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഈ റിപ്പോർട്ട് തന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ മറ്റ് രേഖകളെ സംബന്ധിച്ച് എൻ്റെ കോപ്പി അത് എന്തുകൊണ്ടോ ചിലപ്പം ഒരു സ്റ്റേ ഓർഡർ നിൽപ്പുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇനി മറ്റ് നടപടി. അതിപ്പം കോടതി വെക്കേഷൻ 19 തുറക്കുമല്ലോ. 2-ാം തീയതി ഇന്നലെ എടുത്തു, അത് 9. അത് ഇൻഫെക്ഷസ് ആയല്ലോ. ആ കേസ് ഇനി നിലനിൽക്കില്ല. കാരണം ഇവിടെ റിപ്പോർട്ട് ഫയൽ ചെയ്യുമ്പോൾ റിപ്പോർട്ട് ഫയൽ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അല്ല, അത് ഇനി അല്ല, റിപ്പോർട്ട് ഫയൽ ചെയ്ത സാഹചര്യത്തിൽ ഇനി അതിനൊരു പ്രസക്തിയില്ല. അത് മാത്രമല്ല അതിൻ്റെ ഒരു റിപ്പോർട്ട് ഇവിടെ കണ്ട കേരള ഹൈക്കോടതിയിൽ വീണ്ടും പെറ്റീഷൻ കൊടുത്തില്ലേ? അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ കേരള ഹൈക്കോടതിയിൽ വീണ്ടും പെറ്റീഷൻ കൊടുത്തില്ലേ? അന്വേഷണ അധികാരമില്ല എന്ന് ഫൈൻഡ് ചെയ്താൽ ശരിയാണ് പറയട്ടെ. പക്ഷേ ഉള്ള പ്രശ്നം, ഈ അന്വേഷണ റിപ്പോർട്ടിനെ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രൊസീഡിങ്സ് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഹൈക്കോടതി വന്നല്ലോ. അപ്പോൾ എന്നാ പ്രൊസീഡിങ്സ് തെറ്റാണ്. നോട്ടീസ് അല്ല, അതാ ഞാൻ പറഞ്ഞ പ്രൊസീഡിങ്സ് തെറ്റാണ്. ആ പ്രൊസീഡിങ്സ് തെറ്റാന്ന് പറഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് അവർ അംഗീകരിച്ചല്ലോ. ആ റിപ്പോർട്ട് അംഗീകരിച്ചിട്ടില്ല പ്രൊസീഡിങ്സ് തെറ്റാന്ന് പറഞ്ഞത്. ആ ഫയൽ ചെയ്യുന്ന റിപ്പോർട്ടിനല്ല, ഫയൽ ചെയ്തതിന് ശേഷം അവർ കോഗ്നൈസൻസ് എടുത്ത പ്രൊസീജിയർ തെറ്റാണെന്ന് പറഞ്ഞേക്കുന്നത്, റിപ്പോർട്ട് തെറ്റാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫയൽ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ വന്ന് പറഞ്ഞ് എൻ്റെ ഡിഫൻസ് ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇവിടെ അവർ റിപ്പോർട്ടിനല്ല, ആ റിപ്പോർട്ടിൽ കോഗ്നൈസൻസ് എടുത്ത പ്രൊസീജിയറിനാണ് ഇവർ കോടതിയിൽ പോയത്. അപ്പോൾ ആ റിപ്പോർട്ട് അവർ അംഗീകരിച്ചു. അല്ല ഏതെങ്കിലും തരത്തിൽ അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം. ഞാൻ തുടക്കത്തിൽ തന്നെ ആദ്യത്തെ ഒരു റെയ്ഡ് കഴിഞ്ഞ് ഒരു 2 മാസം ഞാൻ എനിക്കറിയാവുന്ന കാര്യം ഞാൻ വിശദീകരിക്കാം.
ആദ്യത്തെ ഒരു റെയ്ഡ് കഴിഞ്ഞ് ഇവിടുത്തെ ഫസ്റ്റ് വിത്തിൻ എ വീക്ക് ഒരു റെയ്ഡ് കഴിഞ്ഞു. അതിനുശേഷം ചെന്നൈ കേന്ദ്രീകരിച്ചൊരു വലിയ അന്വേഷണത്തിന് ചുമതലയിലായിരുന്ന അദ്ദേഹം എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ട്. കാരണം ഒരു ആദ്യത്തെ 2 മാസത്തിന് ഒരു ഇഴഞ്ഞു നീങ്ങുന്നതായിട്ട് തോന്നിയപ്പോൾ ഞാനിത് അന്വേഷിച്ചപ്പോൾ SFIയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഒരു വലിയ കേസിൻ്റെ ചാർജിലാണ്, അത് കഴിഞ്ഞ് കേസെടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എന്തോ നടപടികളിലാണ് അദ്ദേഹം ആ കേസുമായിട്ട് എൻഗേജ് ചെയ്തതെന്ന് എൻ്റെ ഞങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. എനിക്ക് മാത്രമല്ല, അനാവശ്യമായി ഈ കേസിൽ അത്തരം അന്വേഷണങ്ങൾക്ക് ഞാൻ പോയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഐ ആം എ പെറ്റീഷണർ ഹിയർ, ഐ ആം നോട്ട് റെപ്രസെൻറ്റേറ്റിംഗ് BJP ഹിയർ. ഞാനത് അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താൽ നിങ്ങൾ അടുത്ത് പറയും ഇത് രാഷ്ട്രീയ പകപോക്കലാന്ന്. ഇപ്പോൾ എന്താ പറഞ്ഞത്, MP ഗോവിന്ദൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടല്ലെന്ന് വ്യക്തമായില്ലേ. 2025 വീണയ്ക്ക് 25 ലക്ഷം രൂപ എംപവർ ഇന്ത്യ കടം കൊടുക്കുന്നു. 12% പലിശയ്ക്കാണ് കൊടുക്കുന്നത്. 2 വർഷത്തെ ടെന്യൂറാണ് തിരിച്ചടച്ച് തീർക്കാൻ വേണ്ടി കൊടുത്തിരുന്നത്. 2026 1 രൂപ പോലും തിരിച്ചടയ്ക്കാതെ വീണ്ടും 25 ലക്ഷം രൂപ എംപവർ ഇന്ത്യ കൊടുക്കുന്നു. എംപവർ ഇന്ത്യ ആകപ്പാടെ ആ കമ്പനി, ആ നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ ആകപ്പാടെ നടത്തിയിട്ടുള്ള മൊത്തം ലോൺ ഇടപാട് 89 അതിനകത്തുണ്ട്, റിപ്പോർട്ടിലുണ്ട്. മൊത്തത്തിൽ 89 ലോണേ അവർ കൊടുത്തിട്ടുള്ളൂ. അതിനകത്ത് 4 വീണയ്ക്ക് ബാക്കിയുള്ള എല്ലാവരുടെ ഫാമിലിയിലാണ്, പുറത്ത് കൊടുത്തിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ ഞാനിത് ഒത്തിരി പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ ഈ റിപ്പോർട്ട് മുഴുവൻ പറഞ്ഞു പോകും. ഇത് പറയരുതെന്ന് പറഞ്ഞാൽ എൻ്റെ അഭിഭാഷകർ എന്നെ കൊണ്ടിട്ടേക്ക്. നിങ്ങൾ ചോദിച്ച് എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കരുത്. കാരണം എനിക്കിനിയും ഇത് ലീഗലി പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എൻ്റെ വക്കീലന്മാരും എൻ്റെ ഉപദേശകരും ഒക്കെ എന്നെ ചിലപ്പോൾ എന്നോട് പിണങ്ങും. ഒരു കാര്യം വ്യക്തമാണ്, ഒറ്റ കാര്യം വ്യക്തമാണ്, ഇനിയും മുഖ്യമന്ത്രിക്ക് ഇത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന് ഒരു കാരണവശാലും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ റിപ്പോർട്ട് പ്രകാരമുള്ളത്. എന്തിൻ്റെ പേരിലാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ ആ തലസ്ഥാനത്ത് സംസ്ഥാനത്തിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ 25 കോടി രൂപ നഷ്ടമുണ്ടാക്കിയ ഒരു ക്രമക്കേടിൽ മകൾ പ്രതിയായിരിക്കുമ്പോൾ, വ്യക്തമായ എവിഡൻസോടുകൂടി പ്രതിയായിട്ടിരിക്കുമ്പോൾ എങ്ങനെ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിക്ക് തുടരാൻ കഴിയുമെന്ന് മാത്രം ഉളുപ്പെന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്ത മേലാത്തതുകൊണ്ട് മാത്രം ഇരിക്കുന്നതാണ് പൊസിഷൻ.